ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പഴയ ചുരിദാർ വെച്ചിട്ട് ഒരു കിച്ചൺ ഏപ്രൺ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോഴുള്ള വീട്ടമ്മമാർ നമ്മൾ സ്ഥിരം അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് അഴുക്കാവാതെ നമുക്ക് എങ്ങനെ ഒരു ഏപ്രൺ നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ ചുരിദാർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ചാനലിൽ ഇതിനു മുൻപ് ഒരു ഏപ്രൺ കാണിച്ചിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ ഏപ്രൺ തുണി വാങ്ങിച്ച് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. പക്ഷേ ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു പഴയ ചുരിദാറോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഒരു പഴയ ചുരിദാർ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലിറ്റ് ഉള്ളതാണ്. അപ്പോൾ സ്ലിറ്റ് ഉള്ളതോ ഇല്ലാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇത് കത്രിക വെച്ചിട്ടൊന്ന് മിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ആ ഒരു ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയില്ലേ. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. ഇനി തൊട്ടിപ്പുറത്തെ പീസും, അതായത് ഈ ഭാഗമില്ലേ, ഈ ഭാഗത്തെ സ്റ്റിച്ചും അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഷോൾഡർ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ 2 പീസാക്കി നമുക്ക് ആദ്യമേ ഇത് എടുക്കണം. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് നമ്മൾ ആക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ടിങ്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഷേപ്പ് വന്നിട്ടുണ്ട്, സ്ലിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ ആദ്യമേ ഒരു പീസ് ഇതുപോലെ ഇട്ടു. ഇനി രണ്ടാമത്തെ പീസില്ലേ, അതിൻ്റെ മീതെ അതുമില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാമല്ലോ. പിന്നെ വേറെ ഒന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കട്ടിങ് താഴത്തേക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കണം ഇപ്പൊ തന്നെ. അതാ ഇതുപോലൊരു സ്റ്റിച്ചിങ് ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്കിനി ഏപ്രന്റെ മെത്തേഡിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ നല്ല വശം ഇതുപോലെ ഇങ്ങനെ ഇട്ടേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും ആം ഹോളും ചെസ്റ്റും എല്ലാം കോമൺ അളവാണ്. ഇപ്പോൾ എത്ര വണ്ണമുള്ളവർക്കാണെങ്കിലും വണ്ണമില്ലാത്തവർക്കാണെങ്കിലും നമുക്ക് ഒരേ മെത്തേഡ് തന്നെയാണ് ഏപ്രണിൽ ഉള്ളത്. അപ്പോൾ ഞാൻ ലെങ്ത് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ ലെങ്ത് ഞാനൊരു ടോട്ടലായിട്ടൊരു 31 ഇഞ്ച്, സീം അലവൻസും എല്ലാം ആഡ് ചെയ്തിട്ട് 31 ഇഞ്ച് കൊടുത്തു. ഇനി നമ്മൾ വള്ളിയും വെക്കണ്ടല്ലോ നമ്മുടെ നെക്ക് ഭാഗത്ത്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ നമുക്കൊരു 7 ഇഞ്ച് മതി. 7 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി ആം ഹോള് താഴത്തേക്ക് 10 ഇഞ്ച്, 10 ഇഞ്ചിൽ ആം ഹോള് നമ്മൾ കട്ട് ചെയ്തു. ഇനി ചെസ്റ്റ് 12.5 ഇഞ്ച് ചെസ്റ്റ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 12.5 ഇഞ്ച് തന്നെ സെയിം. എന്നിട്ട് ഇവ ഇതുപോലെ ഇത് സ്ട്രെയിറ്റ് ആക്കിയൊരു ലൈൻ വരക്കുക. ഇനി ആം ഹോൾ ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ വെച്ചിട്ട് ഒരു 2 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ആം ഹോള് ഇതുപോലെ ഇങ്ങനെ വരച്ച് എടുക്കുക. കുഴിച്ചൊന്നും വരക്കണ്ടേ, ഇതുപോലെ ഒരൊറ്റ ഒരു കർവ് ഷേപ്പിൽ അങ്ങോട്ട് വരച്ചെടുക്കുക. ഇനി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് 2 വള്ളിയും കൂടി വേണം. അതായത് നമ്മുടെ നെക്ക് ഭാഗത്ത് വെക്കുവാനായിട്ട് 2 വള്ളി. അത് ഞാൻ ഈ സ്ലിറ്റിന്റെ ഈ ഭാഗത്തു നിന്ന് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 4 പീസ് വള്ളിയും വേണം. അപ്പോൾ നമുക്ക് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏപ്രൺ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ അടിഭാഗത്ത് ഇതുപോലെ ഓൾറെഡി ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമുക്ക് ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയൊക്കെ ഇങ്ങനെ അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. അപ്പോൾ എങ്ങനെയാണെന്നറിയോ അടിക്കേണ്ടത്? ആദ്യമേ 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കണം. ഇങ്ങനെ അടിച്ച് ഞാനിപ്പോൾ ഈ അറ്റം വരെ ഇതുപോലെ അടിക്കുവാണ്. എന്നിട്ട് ഈ ഭാഗം ഒത്താറാവുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി ആം ഹോളിന്റെ ഭാഗമാണ്
അത് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. അതുപോലെ ഹാം ഹോളിന്റെ ഭാഗം നമ്മൾ ഇവിടെ വരെ അടിച്ചു. ഇനി വീണ്ടും ആ ഷോൾഡറിന്റെ ഭാഗമില്ലേ, അത് ഇതുപോലെ ഇങ്ങനെ മടക്കി അടിക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ ഏപ്രൺ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ വള്ളിയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതായത് നമ്മൾ ചുരിദാറിനൊക്കെ വള്ളി അടിക്കില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ 2 വള്ളി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് നമുക്ക് ഇവിടെയാണ് ഇതുപോലെ വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കെട്ടിട്ടടിക്കണം. അതായത് അല്ലെങ്കിൽ വിട്ടുപോകുമല്ലോ. ഇതുപോലെ ഇങ്ങനെ അടിക്കുക. അതുപോലെ സെയിം ഇപ്പുറത്തെ ഭാഗത്തും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 2 അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ വള്ളി വെച്ചെടുത്തേ. ഇനി നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഭാഗമില്ലേ, നമുക്കിതുപോലെ നമ്മുടെ കഴുത്തിൽ കൂടി ഇടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വള്ളി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തുണി ഇവിടെ എടുക്കുക. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 16 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ എടുക്കുക. എന്നിട്ട് അത് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഈ ഭാഗമില്ലേ, ഇതിൻ്റെ ഉൾഭാഗം അവിടെ ഇതുപോലെ ഈ അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ വെക്കുക. അപ്പോൾ അവിടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ച് വെക്കുക. അതായത് 3-4 സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് വെക്കുക. ഇനി സെയിം ഈ തുണി, അതായത് ഈ വള്ളിയാണല്ലോ, ഇതുപോലെ ഇങ്ങനെ എടുത്ത് ഇതുപോലെ ഇങ്ങനെ വളച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെയും ഇതുപോലെ ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മുടെ പഴയ ഒരു ടോപ്പ് വെച്ചിട്ടുള്ള നമ്മുടെ ഏപ്രന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൈറ്റി എടുക്കാം, ഏതൊരു പഴയ തുണിയാണെങ്കിലും മതി. അപ്പോൾ നമ്മൾ ഈ അടുക്കളയിലേക്ക് കുക്ക് ചെയ്യുമ്പോഴേ ഓരോ സ്മെല്ലൊക്കെ വരില്ലേ, അതുപോലെ കറിയൊക്കെ താളിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ നേരത്തെ തെറിച്ച് വീഴും. അപ്പോൾ നമ്മുടെ നല്ല നൈറ്റി നല്ല ചുരിദാറൊന്നും നമുക്ക് വെറുതെ ചീത്താക്കണ്ടല്ലോ. ഇതുപോലത്തെ ഒരു കവറായിട്ട് നമ്മളുടെ ഉടുപ്പിന്റെ മീതെ ഇതുപോലത്തെ ഇടുവാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമുക്ക് എന്നും നല്ല പുതിയതായിട്ട് വെക്കുവാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ലൈവായിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ പറ്റുന്ന എല്ലാ ദിവസവും ലൈവിൽ വരുന്നുണ്ട് സ്റ്റിച്ചിങ് ക്ലാസ് ആയിട്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ സൺഡേ മാത്രമേ നമ്മൾ ലൈവ് 4 മണിക്ക് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള തിങ്കൾ മുതൽ ശനി വരെ ലൈവ് ഉള്ള ദിവസങ്ങളിൽ രാവിലെ 11 മണിക്കായിക്കോട്ടോ. അതായിരിക്കും എല്ലാവർക്കും സൗകര്യം. കാര്യം ഉച്ചകഴിഞ്ഞൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ സ്കൂൾ വിട്ട് വരുന്ന സമയം നമുക്ക് ആകെ ഒരു സമയം കിട്ടാറില്ല. അപ്പോൾ എനിക്കും സൗകര്യം രാവിലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് രാവിലെ 11 മണിക്ക് ലൈവ് വീഡിയോ ഉണ്ടാവും. പറ്റുന്ന എല്ലാവരും ലൈവിൽ സംബന്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സ്റ്റിച്ചർ ആവാൻ സാധിക്കും. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. താങ്ക്